ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും അവൈറ്റഡ് ആയിട്ടിരുന്നൊരു മോഡലായിരുന്നു ബുള്ളറ്റ് 650. അതിപ്പോൾ ഒടുവിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സത്യത്തിൽ ബുള്ളറ്റ് എന്ന പേര് കേട്ടാൽ തന്നെ പലർക്കും ഒരു ഇമോഷനാണ്. ചെറുപ്പം മുതൽ റോഡിൽ കണ്ടു വളർന്നൊരു ബൈക്ക്. ആ സെയിം ഓൾഡ് സ്കൂൾ ഫീൽ ഇപ്പോൾ 650 ട്വിൻ എഞ്ചിനൊപ്പം എത്തിയിരിക്കുകയാണ്. നമുക്ക് വണ്ടിയുടെ ലുക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ ബുള്ളറ്റ് തന്നെ. റൗണ്ട് ഹെഡ്ലൈറ്റ്, വലിയ ടിയർ ഡ്രോപ്പ് ടാങ്ക്, ക്രോം എക്സോസ്റ്റ്, അപ്രൈറ്റ് ഹാൻഡിൽ ബാർ, മെറ്റൽ ബാഡ്ജ് എല്ലാം ചേർന്നപ്പോൾ ആ പഴയ ബുള്ളറ്റ് വൈബ് ഫുള്ളായി കിട്ടും. 2 കളറിലാണ് വണ്ടി വന്നിരിക്കുന്നത്. ഒന്ന് കാനോൺ ബ്ലാക്കും ബാറ്റിൽ ഷിപ്പ് ബ്ലൂവും. ബ്ലാക്ക് കണ്ട പഴയ ബുള്ളറ്റ് ഫാൻസിന് ഇൻസ്റ്റന്റ് ആയിട്ട് കണക്റ്റ് ആവും. പക്ഷേ ബ്ലൂ അല്പം ക്ലാസി മോഡേൺ ടച്ച് തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആ 2 വണ്ടി എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഫോട്ടോസിൽ തന്നെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കൂടി നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറ് ബ്ലൂ ആവാനാണ് ചാൻസ്. നമ്മുടെ ക്ലാസിക് 650 വെച്ച് നോക്കുമ്പോൾ റിയർ സൈഡ് അല്പം ഡിഫറൻ്റ് ആണ്. ഇതിൻ്റെ സിംഗിൾ പീസ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ലോങ് റൈഡ് പോകുമ്പോൾ പില്ലിയന് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. ഇനി നമ്മുടെ എഞ്ചിൻ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം ഫെമിലിയർ ആയിട്ടുള്ള 648 സി സിയുടെ പാരലൽ ടീൻ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 47 PS പവർ ഉണ്ട്, 52 Nm ടോർക്ക്, 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, പിന്നെ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ നോർമൽ പഴയ നിലവിലുള്ള 650 സി സി എഞ്ചിൻ പോലെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു ട്യൂണിങ്ങിനകത്ത് വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മേ ബി ആ ഒരു സൂപ്പർ മിറ്റിയോർ 650യും അതുപോലെ തന്നെ ക്ലാസിക് 650യിലും വരുന്ന ട്യൂണിങ് തന്നെയായിരിക്കും ഇതിനും കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇൻ്റർസെപ്റ്റർ, GT ഇങ്ങനെയുള്ള വണ്ടികളിലാണ് ട്യൂണിങ് വ്യത്യാസമുള്ളൂ. ഇതെനിക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇൻ്റർസെപ്റ്റർ ഉണ്ടായിരുന്നതുകൊണ്ടും ഞാൻ അതിൻ്റെ കൂടെ സൂപ്പർ മീറ്റിയറൊക്കെ ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ആ ഒരു ട്യൂണിങ്ങിന് വ്യത്യാസം തോന്നിയിട്ടുണ്ട്. പിന്നെ 650 സി സി എഞ്ചിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്ലസ് എന്ന് പറയുന്നത് സ്മൂത്ത്നെസ് ആണ്. ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള ഈ എഞ്ചിനാണിത്. റോയൽ എൻഫീൽഡ് തന്നെ ചരിത്രത്തിലെ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. പിന്നെ ഹൈവേ ക്രൂസിംഗ് ഒക്കെ നോക്കിയാൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. സിറ്റി റൈഡിനും മിഡ് റേഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം നമുക്ക് പ്രാക്ടിക്കൽ ആണെന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം സൂപ്പർ മീറ്റിയോർ ഒന്നും എനിക്ക് അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കൂടുതലും അത് ഞാൻ ലോങ് റൈഡിനൊക്കെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള റൈഡുകൾ. അത്യാവശ്യം ആ ഒരു ലെങ്ത്തും അതുപോലെ തന്നെ മൊത്തത്തിലെ ഒരു ബൾക്കിനെസ്സും വന്നത് കാരണം മേ ബി അതിന് തന്നെയാണ് പോസിബിലിറ്റി കൂടുതൽ. പിന്നെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നോക്കി തന്നെ സിമ്പിൾ ആൻഡ് കംഫർട്ടബിൾ ആണ്. പിന്നെ ഫ്രണ്ട് ടെലിസ്കോപ്പിക് ആണ്, റിയർ ടിൻ ഷോക്ക് ആണ്, പിന്നെ ഡുവൽ ഡിസ്ക് ബ്രേക്സ് ആണ്, ഡുവൽ ചാനൽ ABS എല്ലാം തന്നെയുണ്ട്. പിന്നെ ഇതൊരു ഫീച്ചർ റിച്ച് വണ്ടിയല്ല. അത്യാവശ്യം വേണ്ടതെല്ലാം തന്നെ വണ്ടിയിലുണ്ട്. സെമി ഡിജിറ്റൽ മീറ്ററാണ്, ഗിയർ ബോക്സ് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, പിന്നെ USB ചാർജർ ഉണ്ട്, LED ലൈറ്റ്സ് ആണ്, ട്രിപ്പർ നാവിഗേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ നോക്കിയാൽ പഴയ ബുള്ളറ്റ് സോള് അതേപടി വെച്ചിട്ട് 650 സി സിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരു പുതിയ ഫീലാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. റോയൽ എൻഫീൽഡ് ഫാൻസിനും അതുപോലെ തന്നെ ലോങ് റൈഡ് ലവേഴ്സിനും ഈ ഒരു വണ്ടി ബുള്ളറ്റ് 650 തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഗുഡ് ബൈ.